ഹലോ മക്കൾസ്, നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ബേട്ടി കെ നാം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ബഹദൂർ ഷാ സഫർ കെ ചരിത്ര ചിത്രം തയ്യാർ കീജിയെ. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ചോദ്യം എങ്ങനെയാണ്? ബഹദൂർ ഷാ സഫർ കെ ചരിത്ര पर टिप्पणी लिखे എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഉത്തരം: ബഹദൂർ ഷാ സഫർ ദില്ലിയിലെ അവസാനത്തെ മുഗൾ ബാദ്ഷാഹിന്റെ മുഗൾ ചക്രവർത്തിയായിരുന്നു. 1857 में 1857 വേ അംഗ്രേസോ കെ കൈദി മേ ഇംഗ്ലീഷുകാരുടെ തടവിൽ പടുക്കർ പെട്ടിട്ട് റംഗൂൺ കെ ജയിൽ ഖാനെ റംഗൂണിലെ തടവറയിൽ ഹോഗയെ ആയി മാറി. ബാദ്ഷാഹ് ചക്രവർത്തിയാവട്ടെ പരിവാർ വാലോസെ ബന്ധുമിത്രാദികളോട് ബഹുത്ത് പ്യാർ കർത്തേ, വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു, വല്ലാതെ സ്നേഹിച്ചിരുന്നു. ഉൻസെ ബിച്ചുടെ രഹനേസെ, അവരിൽ നിന്ന് ബിച്ചുടെ രഹനേസെ വേർപെട്ട് നിൽക്കുന്നത് കൊണ്ട് വേ അദ്ദേഹം ബഹുത്ത് ദുഃഖിയെ വല്ലാതെ ദുഃഖിതനായിരുന്നു. ദൂസരോം കെ പ്രതി, മറ്റുള്ളവർക്ക് നേരെ ഉൻകെ ദിൽമേ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സഹാനുഭൂതിക്ക് എപ്പോഴും സഹാനുഭൂതിയാണുള്ളത്. വേ ഏക്ക്, അദ്ദേഹം ഒരു സച്ചേ ശാസകെ, ഒരു നല്ല ഭരണാധികാരിയാണ്. കൈദ് മേ രഹനെ പ്രഭി, തടവിലാക്കപ്പെടുന്ന സമയത്ത് പോലും വേ അപ്പനി പ്രജാക്കെ, അദ്ദേഹം തൻ്റെ പ്രജകളെക്കുറിച്ചും സുഖ ദുഃഖക്കെ ബാരമേ, അവരുടെ സുഖദുഃഖങ്ങളെക്കുറിച്ചും സോച്ചത്തെ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും തൻ്റെ കാര്യമെന്നല്ല അദ്ദേഹത്തിന്. വേ ഏക്ക്, അദ്ദേഹം ഒരു ആദർശവാനായ ദേശപ്രേമി, ദേശസ്നേഹിയും ഏവം അതുപോലെ തന്നെ പ്യാരി പിതാതെ, പ്രിയപ്പെട്ട ഒരു പിതാവുമാണ്. കോസോം ദൂർ, കോസോം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത്, കോസ് എന്ന് പറഞ്ഞാൽ മൈലുകൾ, കോസോം ദൂർ മൈലുകൾക്കപ്പുറത്ത്, കൈദീമേ തടവിൽ, രേക്കർബി ഇരുന്നിട്ട് പോലും, ഉസ്കാമൻ അദ്ദേഹത്തിൻ്റെ മനസ്സ്, അപ്പനെ പരിവാർ വാലും തൻ്റെ ബന്ധുമിത്രാദികളെക്കുറിച്ചും ഏവം അതുപോലെ തന്നെ ദില്ലി വാസിയും കെ പ്രതി, ഡൽഹിയിൽ താമസിക്കുന്ന ആളുകളെ പറ്റിയും വ്യാകുലതയെ, അദ്ദേഹം വ്യാകുലനാവുക, അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹദൂർ ഷാ സഫർ തൻ്റെ രാജ്യത്തെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ പ്രജകളെയും കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാജാവായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് അടിമ ആയി മാറിയപ്പോൾ, അദ്ദേഹം തടങ്കിലാക്കപ്പെട്ടപ്പോൾ, അപ്പോൾ ആ ജനങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും വല്ലാതെ അസ്വസ്ഥനാകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഭരണാധികാരിയുള്ള ഒരാളായിരുന്നു ബഹദൂർ ഷാ സഫർ. ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ബൈ.